ഹായ് മക്കളെ, നമ്മേ ഓൺലൈൻ ക്ലാസ്സിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് ആയിട്ട് 2-3 ക്ലാസ്സിൽ എടുത്തിരുന്നു. അതിൽ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ ഈ ഒരു വീഡിയോയില് ഒരു 3/4 മണിക്കൂർ 45-50 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്കും കൂട്ടാ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. 45 മിനിറ്റ് മതി. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടുത്തെ എക്സാമിനായാലും സ്കൂളിലെ എക്സാമിനായാലും ഈ ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ചു പോയാൽ മതി. ഇതിലെല്ലാ കൺസെപ്റ്റും പറയുന്നുണ്ട്. ഈ പാഠത്തിന്റെ പേരെന്തായിരുന്നു? ചാപ്റ്റർ എന്താ? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആയിരുന്നു. അതിൽ നമുക്ക് ആദ്യം റിലേഷൻസ് പഠിക്കാനുണ്ട്, രണ്ടാമത് ഫങ്ഷൻസ്. റിലേഷൻസിനുള്ളിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ച്, സിമെട്രിക്, അതുപോലെ തന്നെ റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്. ഇനി ഫങ്ഷൻസിന് ടൈപ്സ് നിങ്ങൾ പഠിച്ചിരുന്നു. 1 on 2, 1 അല്ലെങ്കിൽ മെനി 1 on 2 അല്ലെങ്കിൽ ഇൻ 2 എന്നൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം റിലേഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻസിൽ ക്വസ്റ്റ്യൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് കോമ്പോസിഷൻ. അപ്പൊ ഈ പാഠത്തിൽ എല്ലാ ടോപ്പിക്കും ഈ ഒരു ചാനലിൽ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ കേട്ടാ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് എന്താണ് റിലേഷൻ. ഏറ്റവും തുടക്കം പറയാൻ പോകുന്ന കാര്യമുണ്ട്, എന്താണ് റിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇവിടേക്കോ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ, A = സെറ്റ് 1 2 3 എന്ന് വിചാരിക്കും. B = സെറ്റ് 4 5. നിങ്ങൾക്ക് എല്ലാവരും പ്ലസ് വണ്ണില് A × B എഴുതാൻ പഠിച്ചു. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് ബേസ്, എയിൽ നിന്ന് ബിയിലോട്ട് എലമെന്റ്സ് പെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടും? 1,4 1 വെച്ച് പെയർ ചെയ്യാം, 1 വെച്ച് 4 മാത്രം പെയർ ചെയ്യാം, 1,5 എഴുതാ. അടുത്ത 2 വെച്ച് ഇതേപോലെ പെയർ ചെയ്യാം, 2,4. അടുത്ത ആരായിരുന്നു? 2,5. ഇനി ആരെ പെയർ ചെയ്യാ? 3 വെച്ച് 3,4, ഏറ്റവും ലാസ്റ്റ് 3,5. ഇതായിരുന്നു നിങ്ങൾ ഇവിടെ പഠിച്ച പ്ലസ് വണ്ണില് A × B ഇതാ പഠിച്ചിരുന്നു. ഇവിടെ പറഞ്ഞ റിലേഷൻ ആണ്. ഇവിടെ ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. റിലേഷൻ ഡിഫൈൻ ഫ്രം A to B. എയിൽ നിന്ന് ബിയിലോട്ടാണ് റിലേഷൻ പോകുന്നത്. എയിൽ നിന്ന് ബിയിലോട്ടാണ് റിലേഷൻ എങ്കിൽ അത് A × B ന്റെ ഉള്ളിൽ നിർത്തിയിരുന്ന എലമെന്റ്സ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇതാണ് R = സെറ്റ് 1 4 1 5. ഓക്കെ, ഈ രണ്ട് എലമെന്റ് ഇവിടുത്തെ എത്തിയാണ് A × B യുടെ ഉള്ളിൽ എത്തിയാണ്. അപ്പൊ റിലേഷന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിലേഷൻ ഫ്രം A to B ആണെങ്കിൽ അത് A × B യുടെ ഉള്ളിൽ നിർത്തും, A × B യുടെ സബ്സെറ്റ് ആയിരിക്കുള്ളൂ. ഇതാണ് ഐഡിയ. ഏറ്റവും ആദ്യം പറയേണ്ടത് ഇപ്പൊ റിലേഷൻ ഫ്രം M to P ആണ്. M ഒരു സെറ്റ്, P ഒരു സെറ്റ്. അപ്പൊ ഈ റിലേഷനുള്ള എലമെന്റ്സ് റിലേഷൻ എങ്ങനെയൊക്കെയാണ് വരാം? M × P അതിന്റെ സബ്സെറ്റുകളായിരിക്കുള്ളൂ. അല്ലെ അടുത്തത് റിലേഷൻ ഫ്രം N to Q ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ N × Q ന്റെ സബ്സെറ്റുകളായിരിക്കുള്ളൂ. ഇതാണ് ഐഡിയ. ഇനി റിലേഷന്റെ അവിടെ നിന്ന് അറിയേണ്ടത് ഡൊമൈനും റേഞ്ചും കോഡൊമൈനും ആണ്. ഓക്കെ, ഡൊമൈൻ എന്തായിരുന്നു മക്കളെ? നിങ്ങൾ പഠിച്ചിരുന്നിട്ട് കുറെ വട്ടീസാണ് പറഞ്ഞതാണ്. ഡൊമൈൻ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വാല്യൂസ് അല്ലെ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ്. ഇവിടെ ഇരിക്കുന്ന ഫസ്റ്റ് എലമെന്റ് സെറ്റ് ആണ്. റിലേഷനുള്ളില്ല, ഇവിടെ ഇരിക്കുന്ന ഫസ്റ്റ് എലമെന്റ് സെറ്റ്. ഫസ്റ്റ് എലമെന്റ്സ് ആയിരിക്കണം 1 ഉം 1 ഉം. ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഒരു വട്ടം എഴുതിയാൽ മതി. സെറ്റ് 1 ആണ് ഡൊമൈൻ. ഇനി റേഞ്ച് ഉണ്ടായിരുന്നു സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ് ഓഫ് ഓൾ വൈ വാല്യൂസ്. അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടും? 4 ഉണ്ട് 5 ഉണ്ട്. ഇതാണ് റേഞ്ച്. ഇനി കോഡൊമൈൻ എന്തായിരുന്നു? A to B ആണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ഏതാണോ അതാണ് കോഡൊമൈൻ. ഇതാണ് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ, റിലേഷൻ. അപ്പൊ റിലേഷൻ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലോട്ടാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റിനുള്ളിൽ എടുത്തിരുന്ന അത് അവിടുത്തെ എലമെന്റ് ആയിരിക്കും എന്തെങ്കിലും വരിക, റിലേഷനുള്ളിൽ വരിക. ഇത് മനസ്സിലുണ്ടാവട്ടെ. ഇനി നമുക്ക് പഠിക്കേണ്ട ഈ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇതിന് ഓരോന്നിനും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ വെച്ച് അതിന്റെ ജനറൽ ഫോം പഠിക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ കേട്ടാ. ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് എപ്പോഴാണ് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവാം. ഞാൻ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇവിടെയോ സെറ്റ് A = 1 2 3. ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്, A സെറ്റ് എടുത്തിട്ടുണ്ട്. റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. റിലേഷൻ ഡിഫൈൻ ഫ്രം A to A ആണ്. A to B അല്ല, A to A ആണ് ട്ടാ. റിലേഷൻ ഡിഫൈൻഡ് ഫ്രം A to A. എയിൽ നിന്ന് എയിലോട്ട് റിലേഷൻ. അപ്പൊ ഈ റിലേഷനുള്ള എലമെന്റ്സ് എവിടെ ആയിരിക്കുള്ളൂ? A × A എലമെന്റ്സ് ആയിരിക്കുള്ളൂ. A × A ചെയ്യൂലേ, പൈനുള്ളിൽ നിർത്തി എഴുതാൻ പറ്റുന്ന എലമെന്റ്സ് ആയിരിക്കുള്ളൂ ഈ റിലേഷനുള്ളിൽ വരാം. ഓക്കെ, അപ്പൊ ആ റിലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. R = സെറ്റ് 1,1 2,2 3,3. ഇതാണ് കിട്ടെ. ഇനി റിഫ്ലെക്സീവിന്റെ ഐഡിയ ഇതാണ്. സെറ്റ് A നോക്കാം. A സെറ്റിൽ ആരൊക്കെയുണ്ട്? 1 2 3 3 എലമെന്റ്സ്. ഇവിടെ നോക്കേണ്ടത് ഈ എല്ലാ എലമെന്റ്സും റിലേഷന് സെയിം, അതിനോട് തന്നെ ബന്ധം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ കണ്ടിട്ട് നോക്കുമ്പോ എന്നെ തന്നെ കാണാം. അതേപോലെ റിലേഷനുള്ളിൽ 1 ഉം 2 ഉം 3 ഒക്കെ റിലേഷനുള്ളിൽ നോക്കുമ്പോ 1 ന് 1 നോട് ബന്ധം ഉണ്ടാവണം, 2 ന് 2 നോട്, 3 ന് 3 നോട്. ഇവിടെ ആരൊക്കെ ഉണ്ടോ അവനൊക്കെ അവനോട് ബന്ധം ഉണ്ടാവണം. അപ്പൊ റിലേഷൻ നോക്കുക. R = 1 1 1 ന് 1 നോട് ബന്ധമുണ്ട്, 1 ഓക്കെ. ഇനി 2 2 2 ന് 2 നോട് ബന്ധമുണ്ട്, ഓക്കെ. 3 3 3 3 നോട് ബന്ധമുണ്ട്. അപ്പൊ ആണെന്ന് പറയാനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി റിഫ്ലെക്സീവ് ആണ്. അതിന്റെ ജനറൽ ഫോം ഇങ്ങനെ വരിക: A, A element of R.
എല്ലാവർക്കും അവരോട് തന്നെ ബന്ധമുണ്ട് റിലേഷനുള്ളിൽ. ഓക്കെ, ഫോർ എവരി എ എലമെന്റ് ഓഫ് എ, സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റിനും അവനോട് തന്നെ ബന്ധമുണ്ട്. ഇതാണ് എവിടുത്തെ ജനറൽ ഫോം, റിഫ്ലെക്സീവിന്റെ ജനറൽ ഫോം. ഇത് പഠിക്കണം കേട്ടോ. ഇവിടെ നോക്കുക, എ കോമ എ എലമെന്റ് ഓഫ് ആർ ഫോർ എവരി എ എലമെന്റ് ഓഫ്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. അല്ലാണ്ട് നിങ്ങൾ എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. ജനറൽ ഫോം ഇങ്ങനെ ആണെന്ന് വിളിക്കാൻ നിങ്ങൾ ഈ ഒരു സെന്റൻസ് പഠിച്ചാൽ മതി. ഇനി അല്ല എന്ന് പറയാം, ഇവിടെ ഇതാണല്ല, ഇപ്പൊ അടുത്ത റിലേഷൻ എടുക്കുകയാണ്. ആർ ഈക്വൽ ടു റിലേഷൻ ഫ്രം എ ടു എൻ കേട്ടോ, വ്യത്യാസമില്ല, എ ടു എ തന്നെ. 1,1 1,2 3,3. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റൂ. സെറ്റ് എയിൽ എലമെന്റ് നോക്കട്ടെ, 1 2 3 ആണ്. 1 1 ബന്ധമുണ്ട്. ഓക്കെ, 1 ഓക്കെ. 2 ബന്ധമുണ്ടാ ഇവിടെ ഈ റിലേഷനുള്ളിൽ? ഇല്ല. അപ്പൊ അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ആ ഒരു കണ്ടീഷൻ മാത്രം, അല്ലാന്ന് തെളിയിക്കാൻ അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു മോശക്കാരെന്ന് പറഞ്ഞ ഒരു തെറ്റിയതാ പോരെ. ഓക്കെ, അപ്പോൾ പറയാ 2,2 നോട്ട് എലമെന്റ് ഓഫ് ആർ. 2,2 നമ്മുടെ റിലേഷനുള്ളിൽ ഇല്ല. therefore R is not reflexive. ഓക്കെ, അപ്പൊ റിഫ്ലെക്സീവ് എന്ന് പറയാം ഇതാ. എന്നിട്ട് therefore R is reflexive എന്ന് എഴുതാ. ഈ ജനറൽ ഫോമിനെ എഴുതി വെക്കണം. ഇനി അല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഏതാണ് ഇല്ലാത്തത്, അതില്ല എന്ന് പറയുന്നുണ്ട്. therefore R is not reflexive. അപ്പൊ റിഫ്ലെക്സീവ് അത്ര മാത്രം. സെറ്റ് എ, ഏതാണ് സെറ്റ് ബി ടു ബി ആണെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും അതിനോട് ബന്ധമുണ്ട് നോക്കാം. അപ്പൊ അല്ലാത്തിനും അതിനോട് ബന്ധമുണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. അതിന് പറയേണ്ടത് എ എ കോമ എ എലമെന്റ് ഓഫ് ആർ ഫോർ എവരി എ എലമെന്റ് ഓഫ് എ. ഇതാണ് സെറ്റ്, അതാണ്. അപ്പൊ ഇതാണ് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് സിമെട്രി പഠിക്കാൻ പോണ്ടാ. ഒരു റിലേഷൻ എപ്പോഴാണ് സിമെട്രിക് ആണെന്ന് പറയാം. ഇവിടെ ഞാൻ സെറ്റ് എ തന്നെ എടുക്കുന്നുണ്ട്, 1 2 3. ഓക്കെ, റിലേഷൻ ഫ്രം എ ടു എ തന്നെ, എയിൽ നിന്ന് എയിലോട്ടാണ് റിലേഷൻ പോണത്. ഓക്കെ, അപ്പൊ നോക്കുക, സിമെട്രിക് ആണ് ഇങ്ങനെയാണ്. ഇഫ് 2,1 ഉണ്ടെങ്കിൽ, ഈ ഒരു സാധനം ആ റിലേഷനുള്ളിൽ ഉണ്ടെങ്കിൽ അത് തല തിരിച്ചിട്ട് ഉണ്ടാവണം. 2,1 ഉണ്ടെങ്കിൽ 1,2 റിലേഷനുള്ളിൽ എലമെന്റ് ആയിരിക്കണം. ഇതാണ് എവിടുത്തെ ഐഡിയ, സിമെട്രിക്കിന്റെ ഐഡിയ. ഓക്കെ, 2,1 ഉണ്ടെങ്കിൽ മാത്രം, ഇതുണ്ടെങ്കിൽ മാത്രം ഇത് ഉണ്ടായാൽ മതി. ഇതില്ലെങ്കിൽ ഇല്ലാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, 2,1 ഉണ്ടെങ്കിൽ 1,2 ഉണ്ടായിരിക്കണം. ഇതാണ് സിമെട്രിക്കിന്റെ ഐഡിയ. ഇപ്പൊ നോക്കേണ്ട റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R ഈക്വൽ ടു 1,1 2,2 2,1 3,3 1,2. ഇത് സിമെട്രിക് ആണോ അല്ലേ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പോഴേ പറയാ എല്ലാ റിഫ്ലെക്സീവ് എലമെന്റും ഏതായിരിക്കുള്ളൂ, സിമെട്രിക് ആയിരിക്കുള്ളൂ. അതിനർത്ഥം 1,1 തലയിരിച്ചിട്ടാലും എന്തിനാ 1,1. അപ്പൊ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1,1 തലയിരിച്ച 1,1 അല്ലേ, അപ്പൊ അതൊക്കെയാണ്. ഇനി 2,2 തലയിരിച്ചാട്ട 2,2, അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ റിഫ്ലെക്സീവ് എലമെന്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 2,1 ഉണ്ട്, 1,2 ഉണ്ടോ നോക്കാം. ഓക്കെ, സെറ്റ് ആണ്. ഇനി 3,3 തലയിരിച്ചാൽ 3,3 ആണ്. അപ്പൊ എല്ലാ എലമെന്റും തലയിരിച്ചിട്ടാലുള്ള എലമെന്റ് എവിടെ ഉണ്ട്, ഈ റിലേഷനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം therefore R is symmetric. ഇതിന്റെയും ജനറൽ ഫോം പഠിക്കണം. പഠിക്കോട്ടെ, ഇങ്ങനെയാണ് ഫോം വരാം. ഇഫ് A, B എലമെന്റ് ഓഫ് R, A, B എലമെന്റ് ഓഫ് R ആണെങ്കിൽ B, Aയും എലമെന്റ് ഓഫ് R ഉണ്ട്. എന്നിട്ട് എഴുതണം therefore R is symmetric. R സിമെട്രിക് ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സിമെട്രിക്കിന്റെ ജനറൽ ഫോം കേട്ടോ. A, B എലമെന്റ് ഓഫ് ആറിലുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് B, Aയും എലമെന്റ് ഓഫ് ആർ ആണ്. എന്നിട്ട് പറയാം therefore R is symmetric എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത റിലേഷൻ പറയാം. R ഈക്വൽ ടു 1 1 2 2 3 3. ഇത് സിമെട്രിക് ആണ്. ചെക്ക് ചെയ്യണം. ഇവിടെ സിമെട്രിക് ആണിത്. 1, തലയിരിച്ചിട്ട് 1, അല്ലേ, 2, തലയിരിച്ചിട്ട് 2, 3, തലയിരിച്ചിട്ട് 3,3. അപ്പൊ എല്ലാം തലയിരിച്ചിടുന്ന എലമെന്റ് ഇവിടെ ഈ സാധനത്തിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ ഒരു റിലേഷൻ എന്താണ്, സിമെട്രിക് ആണെന്ന് പറയാം. ഇനി ഓക്കെ, 2,1 ഉണ്ടെങ്കിൽ മാത്രം 1,2 ഉണ്ടായാൽ മതി. അല്ലാണ്ട് നിങ്ങൾ അത് ഉണ്ടോ ഇല്ല നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണ്ടത് എല്ലാ എലമെന്റും അതിനോട് തല തിരിച്ചിടുന്ന സാധനമായി ഉണ്ടോ ഇല്ല നോക്കാം. ഇതാണ് സിമെട്രിക്. അപ്പൊ ഇത് പഠിക്കാം കേട്ടോ. ഇഫ് A, B എലമെന്റ് ഓഫ് ആർ implies B, Aയും എലമെന്റ് ഓഫ് ആറിൽ ഉണ്ടാവും. therefore R is symmetric എന്ന് പറയാം. ഓക്കെ, ഇനി അല്ലാത്തൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. R ഈക്വൽ ടു 1,1 2,1. ഇത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. 1,1 ഓക്കെ, 1,1 തലയിരിച്ചിടാൻ 1,1. 2,1 ഉണ്ട്, എന്തില്ല 1,2 ഇല്ല. അപ്പൊ അല്ലാന്ന് പറയുന്നത് ആ കണ്ടീഷൻ പറഞ്ഞാൽ മതി. 2,1 എലമെന്റ് ഓഫ് ആർ, പക്ഷേ 1,2 നോട്ട് എലമെന്റ് ഓഫ് ആർ. therefore R is not symmetric എന്ന് എഴുതി വെക്കുക. അപ്പൊ അല്ല എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യാ, നമ്പർ വെച്ചാണ് നിങ്ങൾക്ക് കാണിക്കും.
ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ജനറൽ ഫോം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഏറ്റവും ആണ് കേട്ടോ. എന്താണ് ട്രാൻസിറ്റീവ്? അപ്പൊ അതിനാ പേജ് എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടെ തന്നെ ഇതേ മൈക്കുണ്ട് കേട്ടോ. ഇവിടെ ട്രാൻസിറ്റീവ് എന്നാ നോക്കാം. ട്രാൻസിറ്റീവ് ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. 1 2 3 a relation defined from A to A. എയിൽ നിന്ന് എയിലോട്ടാ റിലേഷൻ പോണത്. അപ്പൊ ട്രാൻസിറ്റിന്റെ അവിടെ ഇവിടെ നോക്കിക്കോട്ടാ. ഇവിടെ 5,6 റിലേഷനുള്ളിൽ നിന്ന് വിചാരിക്കും. 5,6 ഉണ്ട്. എന്നിട്ട് ഇവിടെ അവസാനിക്കുന്ന 6 അല്ലേ. 6,3 റിലേഷനുള്ളിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഇത് രണ്ടും റിലേഷനുള്ളിൽ ഉണ്ടെങ്കിൽ, ഇഫ് 5,6 6,3 ഉണ്ടെങ്കിൽ 5,3 നമ്മുടെ റിലേഷനുള്ളിൽ ഉണ്ടാവണം. അതാണ് ട്രാൻസിറ്റീവിന്റെ ഐഡിയ. നമുക്ക് ഓൾജിബ്ര പറയുകയാണെങ്കിൽ A, B യും B, C ഉണ്ടെങ്കിൽ A, C ഉണ്ടാവണം. ഓക്കെ, 5 6 ഉണ്ട്, 6 3 ഉണ്ടെങ്കിൽ 5 3 ഉണ്ടാവും. അപ്പൊ നോക്കോട്ടെ, റിലേഷൻ ചെയ്ത് നോക്കോ. ഇവിടെ ഇതുണ്ട് R equal to 1 1 1 2 2 3 1 3. ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. 1,1 അതെപ്പോഴും എല്ലാ റിഫ്ലെക്സീവ് എലമെന്റും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി 1,2 ഉണ്ട്. 2,1 ഉണ്ട് ഇവിടെ ഇല്ലല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ സാധനം എന്തല്ല, സിമെട്രിക് അല്ല. ഇനി 1,2 ഉണ്ട്, 2,3 ഉണ്ട്. എന്തുകൊണ്ട്? ഇവിടെ കേട്ടാ 1,2 2,3 ഉണ്ടെങ്കിൽ 1,3 ഉണ്ടാവണം. 1,3 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം therefore R is എന്താണെന്ന് പറയാ, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇനി അതിന്റെയും ജനറൽ ഫോം നോക്കിക്കോ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടുന്ന്. ഇഫ് A, B, B, C എലമെന്റ് ഓഫ് R അങ്ങനെയാണെങ്കിൽ A, C എലമെന്റ് ഓഫ് R ഉണ്ടാവണം. A, B യും B, C ഉണ്ടെങ്കിൽ A, C ഉണ്ടാവണം. അപ്പൊ therefore ഇതുണ്ട്. ഓക്കെ, 1,2 ഉണ്ട്, 2,3 ഉണ്ട്, 1,3 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് therefore R is transitive. R is transitive. ഇതാണ് ഐഡിയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസിറ്റീവില് ഈ ഒരു ജനറൽ ഫോം പഠിക്കും. ഇനി അല്ലാന്ന് പറയാം. ഇവിടെ R equal to 1,1 2,1 1,3 ഇതാണ് റിലേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറയാം 2,1 1,3 ഉണ്ട്. ഈ റിലേഷനിൽ എന്തില്ല? 2,3. അപ്പൊ നിങ്ങൾക്ക് എഴുതാ 2,1 1,3 എലമെന്റ് ഓഫ് R. പക്ഷെ എന്തില്ല നമ്മുടെ കയ്യില്? നമുക്ക് 2,3 നോട്ട് എലമെന്റ് ഓഫ് R എഴുതിയിട്ട് therefore R is transitive എന്ന് എഴുതാം. therefore R is transitive. എവിടെ? therefore R is not transitive. not transitive എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് ട്രാൻസിറ്റീവിന്റെയും റിഫ്ലെക്സീവിന്റെയും സിമെട്രിക്കിന്റെയും ഐഡിയ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചത് ഐഡിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. A equal to set 3 4 5. Consider a relation defined A is given. എന്നുവെച്ചാൽ റിലേഷൻ പോണത് റിലേഷൻ ഫ്രം A to A ആണ് പറയുന്നത്. വെച്ചാൽ A ക്രോസ് എലമെന്റ്സ് ആയിരിക്കും റിലേഷൻ ഉണ്ടാവുക. അപ്പൊ ഈ റിലേഷനിൽ 3,3 4,4 3,4 4,3. ഇനി അത് റിഫ്ലെക്സീവ് ആണ് നോക്കണം, സിമെട്രിക് ആണ് നോക്കണം, ട്രാൻസിറ്റീവ് ആണ് നോക്കണം. സിമ്പിൾ ആയിട്ട് പറയാട്ടോ. ഓക്കെ, റിഫ്ലെക്സീവ് ആണ് നോക്കാൻ 3-നും 4-നും 5-നും അതിനോട് ബന്ധമുണ്ടോ നോക്കാം. 3,3 ഉണ്ട്. ഓക്കെ, 4,4 ഉണ്ട്. എന്തില്ല? 5,5. അപ്പൊ നിങ്ങൾക്ക് എഴുതാ 5,5 നോട്ട് എലമെന്റ് ഓഫ് R, therefore R is not reflexive. R is not reflexive. ഫസ്റ്റ് ഓക്കെ. ഇനി രണ്ടാമത്തെ കേട്ടാ സിമെട്രിക് ആണ് നോക്കണം. സിമെട്രിക് ഇവിടെ 3,3 തലരിച്ചിട്ട 3,3. ഓക്കെ, എല്ലാ എലമെന്റും തലരിച്ചിടുമ്പോ നോക്കാം. 4,4 4,4. ഓക്കെ, ഇനി 3,4 ഉണ്ട്, 4,3 ഉണ്ട്. അപ്പൊ എല്ലാ എലമെന്റ്സും ഈ റിലേഷനുള്ളില് ആ എലമെന്റ് തലതിരിച്ചിടുന്ന എലമെന്റും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതാ ആണെങ്കിൽ ജനറൽ ഫോം എന്താണ് ഞാൻ പഠിപ്പിച്ചത്? A, B എലമെന്റ് ഓഫ് R ആണെങ്കിൽ എന്തുണ്ട് അവിടെ? B, യും എലമെന്റ് ഓഫ് R ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതാ therefore R is symmetric ആണെന്ന് പറയാം. R is symmetric. ഓക്കെ, ഇനി ഏറ്റവും അവസാനം ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. 3,4 4,3 ഇവിടെ കേട്ടാ 3,4 ഉണ്ട്, 4,3 ഉണ്ട്. A, B, B, C. അപ്പൊ എന്തുണ്ടാവണം? 3,3 എലമെന്റ് ഓഫ് R ഉണ്ടാവും. 3,3 എലമെന്റ് ഓഫ് R ഉണ്ട്. ഇവിടെ നോക്കി 3,4 4,3 ഉണ്ട്, 3,3 ഉണ്ട്. ബുദ്ധിമുട്ടില്ലല്ലോ.
ഇനി എല്ലാം നോക്കിയാലും എല്ലാം ചെക്ക് ചെയ്താലും ഈ ട്രാൻസിറ്റിൽ ഓക്കെ ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ ഫോം അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത്, A,B,B,C എലമെന്റ് ഓഫ് R ആണെങ്കിൽ എല്ലാത്തിലും എന്തുണ്ട്, A,C എലമെന്റ് ഓഫ് R ഉണ്ട്. Therefore R is ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രാൻസിറ്റീവ് ആണോ സിമെട്രിക് ആണോ റിഫ്ലെക്സീവ് ആണോ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യണം, ജനറൽ ഫോമുകൾ എല്ലാത്തിന്റെയും പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് ആ രൂപത്തിലാണ് ആണെന്ന് തെളിയിക്കാൻ. അല്ലാന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യുക, ആ ഒരു കണ്ടീഷൻ, ആ ഒരു എലമെന്റ് ഇല്ല എന്ന് പറയാം, എന്നിട്ട് അല്ല എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ, ഒരു റിലേഷൻ എപ്പോഴാണ് ഈക്വാലൻസ് എന്ന് പറയാം, ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു റിലേഷൻ റിഫ്ലെക്സീവും, ഇവിടെ നോക്കാം നിങ്ങൾ പഠിച്ചാണ്, റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ, ഓക്കെ, ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ എന്ന് വിളിക്കുക ഇക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ മൂന്നും ഓക്കെയാണ് നിങ്ങൾക്ക് പറയാം, therefore R is equivalence relation. ഇതിൽ ഒരെണ്ണം വൈലേറ്റ് ചെയ്താൽ റിഫ്ലെക്സീവ് അല്ല, അപ്പൊ നിങ്ങൾക്ക് പറയാം therefore R is not equivalence relation. മൂന്നും ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്താ പറയാ, ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. ഇനി അടുത്ത ടൈപ്പാണ് നിങ്ങൾ പഠിക്കാനുള്ള റിലേഷൻ, അത്രയും മാത്രം പഠിച്ചാൽ മതി, ഐഡിയ മാത്രം പഠിച്ചാൽ മതി, റിഫ്ലെക്സീവിന്റെയും സിമെട്രിക്കിന്റെയും ട്രാൻസിറ്റീവിന്റെയും. അടുത്താണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, തൊട്ടുമ്പത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് ഫങ്ഷൻസ് എന്താണെന്ന് അറിയാന്ന് വെച്ചാല് സെറ്റ് എയിലുള്ള എല്ലാവർക്കും സെറ്റ് ബിയിലോട്ട് ഇമേജ് ഉണ്ടാവണം. ഇനി ഫങ്ഷൻസിന് ടൈപ്പ് ആണ് കേട്ടാ, മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് പഠിക്കാണ്ട്, 1-1 on2. ഒരു ഫങ്ഷൻ 1-1 അല്ലെങ്കിൽ അത് ഏതായിരിക്കുള്ളൂ, മെനി വൺ ആയിരിക്കുള്ളൂ, മെനി വൺ. ഓക്കെ, ഒരു ഫങ്ഷൻ on2 അല്ലെങ്കിൽ എന്തായിരിക്കുള്ളൂ, in2 ആയിരിക്കുള്ളൂ. ഇനി എന്താണ് 1-1, എന്താണ് on2, അല്ലെങ്കിൽ എന്താണ് മെനി വൺ, എന്താണ് in2, നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വെച്ച് തന്നെ പഠിക്കാം. ക്ലാസ്സിൽ പഠിച്ച പോലെ ഇവിടെ എ റിലേഷൻ ഫ്രം A to B അത് ഫംഗ്ഷൻ ആയിരിക്കുള്ളൂ, എന്ന് വെച്ചാല് എയിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ട്. ഇനി 1-1 ആണ് ചെക്ക് ചെയ്യണം, ശ്രദ്ധിച്ചോട്ടാ. 1-1 ആണ് നിൽക്കേണ്ടത് സെറ്റ്, ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടോ നോക്കാം, എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, ഡിഫറെന്റ് ഇമേജ് ആണോ അല്ലേ നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ സെറ്റ് ചെയ്തുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ട്, 1-ന് 2-നോട്, 2-ന് 3-നോട്, 3-ന് 1-നോട്, 4-ന് 4-നോട്. അപ്പൊ എല്ലാവർക്കും ഇമേജ് ഉണ്ട്, ഡിഫറെന്റ് ഇമേജ് ആകുമ്പോൾ നിങ്ങൾക്ക് പറയാം ഈ സാധനം എന്താണ്, 1-1 ആണ്. അതേപോലെ അടുത്തത് കേട്ടാ, ഇവിടെ എല്ലാവർക്കും ഇമേജ് ഉണ്ട്. ഇപ്പൊ റിലേഷൻ ഫ്രം C to D അതൊരു ഫംഗ്ഷൻ ആണ്, കാരണം എല്ലാവർക്കും ഇമേജ് ഉണ്ട്. ഇനി എല്ലാവർക്കും ഡിഫറെന്റ് ഇമേജ് ആണ്, 1-നും 1-നോട് പ്രേമം, 2-നും 1-നോട് പ്രേമം. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇത് 1-1 അല്ല, 1-1 അല്ലെങ്കിൽ ഏതായിരിക്കുള്ളൂ, മിനി 1 ആയിരിക്കുള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞത് സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ഇമേജ് ഉണ്ട് സെറ്റ് ചെയ്യലുള്ള റിലേഷൻ പറഞ്ഞ മേഡ് ആയിക്കോട്ടെ. ഇനി ഈ സാധനം 1-1 ആണോ മിനി 1 ആണോ എനിക്ക് പറഞ്ഞത്, എല്ലാവർക്കും ഡിഫറെന്റ് ഇമേജ് ആണ് നോക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, ഈ സാധനം 1-1 ആണ്. ഇനി രണ്ടെണ്ണം കൂടി കേട്ടാ, ഓക്കെ, ഇത് 1-1 ആണോ, കാണുമ്പോ തന്നെ അറിയാം എല്ലാവരും 4-നാണ് പ്രേമിക്കണത്, 4 അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ സാധനം എന്താണ്, മിനി 1 ആണ്, മിനി 1. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഇവിടെ എല്ലാവർക്കും ഇമേജ് ഉണ്ട്, 3-4 4 നോക്കണം, അപ്പൊ ഇത് നിങ്ങൾക്ക് പറയാം ഈ സാധനം എന്താണ്, മിനി 1 ആണ്. അപ്പൊ 1-1 ആണോ മിനി 1 ആണോ നോക്കാൻ പഠിച്ചു. ഇനി on2 ആണ് നോക്കാം, on2 ആണ് നോക്കാൻ സെക്കൻഡ് സെറ്റ് ആണ് നോക്കേണ്ടത്. സെക്കൻഡ് സെറ്റില് എല്ലാവർക്കും ഇമേജ്, പ്രീ ഇമേജ് ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കി 1-ന് ഇമേജ് ഉണ്ട്, 2-ന് ഇമേജ് ഉണ്ട്, 3-ന് ഇമേജ് ഉണ്ട്, 4-ന് ഇമേജ്. അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം പറയും ഇത് on2 ആണ്. എല്ലാവർക്കും ഇമേജ് ഉണ്ടോ ഇല്ല നോക്കിയാൽ മതി, എത്ര ഇമേജ് ആണ് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കി 1-ന് 2-ന് 3 ഉണ്ട്, ആർക്കില്ല, 4-നില്ല, അപ്പൊ on2 അല്ലെങ്കിൽ എന്തായിരിക്കുള്ളൂ, in2 ആയിരിക്കുള്ളൂ. ഇനി ഇവിടെ നോക്ക്, ഇവിടെ മാർക്കില്ല, 5-ന് പ്രീ ഇമേജ് ഇല്ല, അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാ ഇതും എന്തായിരിക്കും, in2 ആയിരിക്കും, ഇതും in2 ആയിരിക്കും, in2. ഇനി രണ്ടെണ്ണം കൂടി കേട്ടോ. ഓക്കെ, ഇവിടെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടല്ല, പ്രീ ഇമേജ് ഉണ്ടായാൽ മതി, എത്ര ഉണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താണ്, on2 എന്ന് പറയാം. ഇനി ഏറ്റവും അവസാനം ഇവിടെ മതി, പ്രീ ഇമേജ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാം ഇതെന്താണ്, on2 എന്ന് പറയാം. പ്രീ ഇമേജ് ആർക്കെങ്കിലും ഈ സെറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, in2 ആണെന്ന് പറയാം. ഇനി ഉണ്ടെങ്കിൽ ആ സാധനം എന്ത് പറയാ, on2 എന്ന് പറയാം, പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ. ഇതാണ് 1-1 മിനി 1 ആണോ, on2 ആണ് in2 ആണോ, ഗ്രാഫ് വെച്ചുള്ള ഐഡിയ. ഇനി അടുത്ത് നോക്ക്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ടാണ് റിലേഷൻ പോണത്, സെറ്റ് 2 3 2 സെറ്റ് 3 4 5. എന്നിട്ട് അവിടുന്ന് ഫംഗ്ഷൻ എഴുതിയുണ്ട് 2 3 2 5 3 5 3 6. ഇത് 1-1 ആണോ അല്ലെങ്കിൽ on2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം 1-1 നോക്കാം. നമുക്ക് ഈ സാധനത്തിന് എന്താ ആരോ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട്, സെറ്റിന് പേരുന്നില്ലാതുകൊണ്ട് പേര് കൊടുക്കണില്ല. ഇവിടെ 2-ഉം 3-ഉം ആണുള്ളത് ഫസ്റ്റ് സെറ്റില്, രണ്ടാം സെറ്റില് 3-ഉം 4-ഉം 5-ഉം. ഞാൻ ഫംഗ്ഷൻ എലമെന്റ്സ് ആരോ മാർക്ക് കൊടുക്കുക, 2-ന് 3-നോട് ബന്ധം, 2-ന് 5-നോട് ബന്ധം,
ഓക്കെ. പിന്നെ 3-ന് ആരോട് ബന്ധം? 3-ന് 5-നോട് ബന്ധം. ഓക്കെ. പിന്നെ 3-ന് 6. 3-ന് ഇവിടെ 6 അല്ലല്ലോ മക്കളെ, ഇവിടെ 3-5 ആണ്. 3-5 പിന്നെ 5-നോട് ബന്ധം. ഇത്ര 3-5 ഇതില്ലാന്ന് വിചാരിക്കും, ഈ എലമെന്റ് ഇല്ലാന്ന് വിചാരിക്കും. ഇനി 1-1 ആണോ 1-2 ആണോ നോക്കണം. ഇത് 1-1 ആണോ? അല്ല. കാരണം എന്താണ്? 2-നും 3-നോടും 5-നോട് ബന്ധം ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് അല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇത് 1-1 അല്ല, മെനി 1 ആണ്. ഇനി on2 ആണ് നോക്കാൻ. 4-ന് റിട്ടേൺ ബന്ധമുണ്ടോ? പ്രീ ഇമേജ് ഇല്ല 4. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ? ഇത് on2 അല്ല, into ആണ്. സിമ്പിൾ ആയിട്ട് ഏറോ ഡയഗ്രം വരക്കുക. നിങ്ങൾക്ക് ആ ഒരു എലമെന്റ് ഇല്ല എന്ന് പറയുന്നിട്ട് on2 അല്ല, മിനി 1 അല്ല, മിനി 1 ആണെന്ന് പറയാം. on2 അല്ല, into ആണെന്ന് പറയാം. ഓക്കെ. അത് രണ്ടുമല്ല. ഇനി ഇവിടെ നോക്കട്ടാ, എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ഓക്കെ. ഒരു ഫംഗ്ഷൻ 1-1-ഉം 1-1-ഉം on2 ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ 1-1-ഉം on2 ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ബൈജക്റ്റീവ്. ഓക്കെ. 1-1 ഫംഗ്ഷൻ നമുക്ക് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ. on2 ഫംഗ്ഷനാ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ഒരു ഇൻജക്റ്റീവ് ഫംഗ്ഷനും സർജക്റ്റീവ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ എന്ത് വിളിക്കാം? നമുക്ക് ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. 1-1-ഉം on2 ആണ്. നമുക്ക് ഗ്രാഫ് എടുക്കണേ, ഒന്നും കൂടി ഗ്രാഫിലോട്ട് പോവാണ്. ഇതിൽ ഏതാണ് മക്കളെ ബൈജക്റ്റീവ് വരാ? ഓക്കെ. 1-1-on2 ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, ഏറ്റവും ആയിത്തത്. ഇനി ഇവിടെ 1-1 ആണോ? ഇത് ബൈജക്റ്റീവ് അല്ല. ഇനി 1-1 നോക്കി, പക്ഷെ on2 അല്ല, ഇത് ബൈജക്റ്റീവ് അല്ല. 1-1-ഉം on2 ആണോ? ഫസ്റ്റ് മാത്രം. ഇനി രണ്ടാമത്തെ ഇത് ബൈജക്റ്റീവ് അല്ല, 1-1 അല്ല. ഇതും ബൈജക്റ്റീവ് അല്ല, 1-1 അല്ല. ഓക്കെ. 1-1-ഉം on2 ആയ ഫംഗ്ഷൻ എന്ത് വിളിക്കുക? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി അവിടുന്ന് ഗ്രാഫിൽ എങ്ങനെയാണ് 1-1-ഉം on2 എന്ന് ചെക്ക് ചെയ്ത് നോക്കോട്ടാ. ഓക്കെ. ഇവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഗ്രാഫാണ്. f(x) = x ഗ്രാഫ് ചെയ്തു ആയിക്കോട്ടെ. ഇനി 1-1 ആണ് ചെക്ക് ചെയ്യാൻ, നിങ്ങൾ എന്ത് ചെയ്യണം? പാരലൽ ആയിട്ട് x ആക്സിന് നേരെ ഒരു ലൈൻ വരക്കും. എന്നിട്ട് ഒരു പോയിന്റുമേ കൂട്ടിമുട്ടുള്ളൂ. പാരലൽ ആയിട്ട് വരക്കുമ്പോ ഒരു പോയിന്റുമേ, എവിടൊക്കെ പാരലൽ വെച്ചാലും ഒരു പോയിന്റുമേ കൂട്ടിമുട്ടുക, നിങ്ങൾക്ക് എന്താ പറയാ? 1-1 ആണെന്ന് പറയാം. ഇനി ഈ ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ നിങ്ങൾ പാരലൽ ആയിട്ട് വരക്കുമ്പോ ഒരു പോയിന്റ് അല്ല, ഒന്നിൽ കൂടുതലാണോ? അപ്പൊ നിങ്ങൾക്ക് പറയാം മെനി 1 ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് പറയാം മെനി 1 ആണെന്ന് പറയാം. ഇപ്പൊ 1-1 കണ്ടീഷൻ എന്താണ്? പാരലൽ ആയിട്ട് വരക്കുക, ഒരു പോയിന്റുമേ ആണെങ്കിൽ അത് 1-1, ഒന്നിൽ കൂടുതലാണെങ്കിൽ മെനി 1. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി on2 ചെക്ക് ചെയ്യാൻ ഇവിടെ നോക്കിയേ, നമുക്ക് y ആക്സിസ് നോക്കാം. y ആക്സില് പോസിറ്റീവിലും ആ ഗ്രാഫ് ഉണ്ടായിരിക്കണം, നെഗറ്റീവിലും ഗ്രാഫ് ഉണ്ടായിരിക്കും. ഇവിടെ പോസിറ്റീവില് ഗ്രാഫ് ഉണ്ട് ഇല്ലേ, നെഗറ്റീവിലും ഗ്രാഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ സാധനം എന്താണ്? on2 ആണ്. ഇനി ഇവിടെ നോക്കുമ്പോ പോസിറ്റീവിൽ ഇവിടെ ഗ്രാഫ് ഉണ്ട്, എന്തിൽ ഗ്രാഫ് ഇല്ല? നെഗറ്റീവിന്. നെഗറ്റീവ് ആയി വാല്യൂസിന് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം ഈ സാധനം എന്താണ്? into ആണ്. ഇതാണ് ഗ്രാഫ് വെച്ച് 1-1-ന്റെയും അതേപോലെ തന്നെ on2 ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. പാരലൽ ആയിട്ട് വരക്കുമ്പോ ഒരു പോയിന്റുമേ ആണെങ്കിൽ 1-1, ഒന്നിൽ കൂടുതലാണെങ്കിൽ മെനി 1. ഇനി on2 ചെക്ക് ചെയ്യാൻ y ആക്സിസ് നോക്കുക, അതില് പോസിറ്റീവും നെഗറ്റീവും കവർ ചെയ്യണം. അത് കവർ ചെയ്യുകയാണെങ്കിൽ on2 എന്ന് പറയാം. പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഇല്ലെങ്കിൽ into എന്ന് പറയാം. അല്ലെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ഇല്ലെങ്കിൽ into എന്ന് പറയാം. അപ്പൊ രണ്ടോടത്തും ഉണ്ടായിരിക്കണം. ഇതാണ് ഗ്രാഫിന്റെ ഐഡിയ. ഇനി ഇവിടെ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇത് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. ഫംഗ്ഷൻ ഇതാണ് എനിക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് f(x) = ഗ്രാഫ് അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ നല്ലൊരു ഇക്വേഷൻ ഉണ്ട്. f(x) = 5x + 3. നാച്ചുറൽ നമ്പേഴ്സ്, ആ ഫംഗ്ഷൻ വരുന്നത് ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആയിരിക്കും, ചില ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പേഴ്സിനെ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ഐഡിയ മനസ്സിലാക്കണം. ഇനി ഈ ചെക്ക് 1-1 ആണോ on2 ചെക്ക് ചെയ്യണം. അപ്പൊ നോക്കിക്കോട്ടാ, 1-1 ആണോ ചെക്ക് ചെയ്യാൻ ഇതാണ് ഇവിടുത്തെ ഫോർമുലയോട് നോക്കുക. ലെറ്റ് നിങ്ങൾ അസ്യൂം ചെയ്യണം, അസംഷൻ ആണ്, f(x) = f(y) എടുക്കുക. എന്നിട്ട് x = y ആണെങ്കിൽ അത് 1-1 ആണ്. അപ്പൊ f(x) നമ്മുടെ കയ്യിലുണ്ട് എന്താണ്? 5x + 3 = f(y) എന്തായിരിക്കും? അപ്പൊ x മാറ്റി y ആക്കുക, 5y + 3. +3 +3 ക്യാൻസൽ ചെയ്യും, വെച്ചാൽ +3 അപ്പുറത്തും -3 ക്യാൻസൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 5x = 5y. 5 ക്യാൻസൽ ചെയ്യും. ഈ 5 × ഡിവൈഡ് ബൈ 5 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഓരോ ടൈം എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തി? x = y. അപ്പൊ നിങ്ങൾ f(x) = f(y) എടുക്കും. x = y ആണെങ്കിൽ therefore f is 1-1 എന്ന് എഴുതാം. f എന്താണ്? 1-1 ആണ്. ഇതേപോലെ on2 ചെക്ക് ചെയ്ത് നോക്കട്ടെ ജനറൽ ആയിട്ട്. അവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ അല്ലേ, രണ്ടാം സെറ്റ് എന്താണ്? നാച്ചുറൽ നമ്പർ. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അതാണ് on2 കണ്ടീഷൻ. അപ്പൊ നോക്കുക, on2 എന്ന് എഴുതി കൊടുക്കും. എന്നിട്ട് ലെറ്റ് y എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ. y എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിലെ എലമെന്റ് ആണ്, രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ് ആയിരിക്കുള്ളൂ y. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇവിടെ f(x) = y എടുക്കാം.
എഫ് ഓഫ് എക്സ് ഈക്വൽ വൈ. എഫ് ഓഫ് എക്സ് നമ്മുടെ ഉണ്ടല്ല 5x + 3. 5x + 3 = y. എന്നിട്ട് എക്സിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാം. എക്സിന് മാത്രം നിർത്താൻ പോകും കേട്ടോ, എക്സിന് മാത്രം. അപ്പോൾ നോക്ക് +3 അപ്പുറത്ത് മൈനസ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം 5x = y - 3. അപ്പൊ x = 5 into y - 3 / 5. ഇത്രയും കിട്ടിയാൽ എക്സ് ഈക്വൽ ഇക്വേഷൻ അല്ലേ. ഈ എക്സ് ഈക്വൽ ഇക്വേഷൻ കിട്ടിയപ്പോ ഇവിടെ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും അത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. കാണുമ്പോ തന്നെ അറിയാം വൈക്ക് ഏത് നമ്പർ 8 കൊടുക്കണം. പുട്ട് x y = 8 കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് x = 8 - 3 / 5. അപ്പൊ എന്തൊരു പറഞ്ഞ എനിക്ക് x = 8 - 8 3 ബാക്കി എന്തുണ്ട് 5/5. 5/5 = 1. അതെന്താണ് നാച്ചുറൽ നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും നാച്ചുറൽ നമ്പർ വരണം കേട്ടോ. ഏത് നമ്പർ ഇട്ട് കൊടുത്താലും വൈക്ക് ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും അപ്പൊ എന്ത് കൊടുക്കണം 1 കൊടുക്കണം. 1 കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തരും 1 - 3 / 5. അപ്പൊ നിങ്ങൾക്ക് 1 - 3 എന്താണ് -2 / 5. അപ്പൊ നിങ്ങൾക്ക് ഇതാ y = 1 കൊടുക്കുമ്പോ x = 1 - 3 / 5. അപ്പൊ x = -2/5. ഇത് നാച്ചുറൽ നമ്പർ ആണ്. എക്സും നാച്ചുറൽ നമ്പർ ആവണം വൈക്ക് ചെയ്തത്. അപ്പൊ നോട്ട് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. അപ്പൊ എലമെന്റ് അല്ലെങ്കിൽ ഇവിടെ എലമെന്റ് അല്ല വൈക്ക് ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അത് എന്ത് പറയാം ഓൺടോ എന്ന് പറയാം. ഇവിടെ എന്ത് കൊടുക്കണം വൈക്ക് 1 കൊടുക്കുമ്പോൾ അതൊരു നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് എന്താവണില്ല നാച്ചുറൽ നമ്പർ ആവണില്ല. അപ്പൊ 1 പ്രീ ഇമേജ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം therefore f is not onto. അപ്പൊ 1 ആണെന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ച് on2. 1 f of x = f of y അസ്യൂം ചെയ്യുക. x = y കിട്ടണം. on2 f of x = y എക്സിന്റെ ഇക്വേഷൻ എന്നിട്ട് വൈക്ക് ഏത് ഇവിടെ റിയൽ നമ്പർ ആണെങ്കിൽ വൈക്ക് ഏത് റിയൽ ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് വൈക്ക് ഏത് നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്താലും നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം. എക്സിന്റെ വാല്യൂ ഇവിടെ നാച്ചുറൽ നമ്പർ കിട്ടണില്ല. ഓക്കെ, 5 ഇട്ട് കൊടുത്ത 8 എടുത്ത് കൊടുത്തപ്പോ കിട്ടി. എന്തിട്ട് കൊടുത്തപ്പോ കിട്ടിയില്ല 1 ഇട്ട് കൊടുത്തപ്പോ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ ചെക്കിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫ്രാക്ഷൻ രൂപത്തിലൊക്കെ ആണെങ്കിൽ അത് നാച്ചുറൽ നമ്പർ ആവൂല. ഫ്രാക്ഷൻ നമ്പേഴ്സ് നാച്ചുറൽ നമ്പർ അല്ലല്ല. രണ്ടൽ സംഖ്യകൾ ഏതൊക്കെയാണ് 1 2 3 4 5 6 എക്സെട്ര. ഓക്കെ, ഇതാണ് ഫങ്ഷൻസിന് ജനറൽ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി ഏറ്റവും അവസാനം ഈ പാഠത്തിലെ ടോപ്പിക്കാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, അതിന്റെ തിയററ്റിക്കൽ ആയിട്ട് ഞാൻ പോണില്ല. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം അത്ര മാത്രം കൂടെ പഠിക്കാം കേട്ടോ. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ? അപ്പൊ നിങ്ങളുടെ കയ്യിലോട്ട് 2 ഫങ്ഷൻസ് തരും, എഫ് ഓഫ് എക്സും എഫ് ഓഫ് ജി. എന്നിട്ട് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഇവിടെ നോക്കൂ. ഒന്നല്ലെങ്കിൽ എഫ് ഒ ജി അല്ലെങ്കിൽ ജി ഒ എഫ് കണ്ടുപിടിക്കും. എഫ് ഒ ജി എഫ് കോമ്പോസിഷൻ ജി അല്ലെങ്കിൽ ഇവിടെ ജി ഓഫ് എക്സ് ആണത്. ജി ഓഫ് എക്സ് 2 ഫങ്ഷൻസ് ഉണ്ട്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അപ്പൊ കോമ്പോസിഷൻ ഒന്നല്ലെങ്കിൽ എഫ് ഒ ജി കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ ജി ഒ എഫ് കണ്ടുപിടിക്കാൻ പറയും. ഇതിനർത്ഥം എഫ് കോമ്പോസിഷൻ ജി, ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. ഓക്കെ, ഇത് മനസ്സിലായില്ല? അവിടെ നിൽക്കട്ടെ, സിമ്പിൾ ആണ്. ഇവിടെ നമ്മുടെ അതിലോട്ട് ഫംഗ്ഷൻ തരുന്നുണ്ട്. എഫ് ഓഫ് എക്സ് = x², ജി ഓഫ് എക്സ് = 5x. എന്താണ് പറയാ? നിങ്ങളടുത്ത് പറയും എഫ് ഒ ജി കണ്ടുപിടിക്കാൻ പറയും, എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കാൻ പറയും. സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കേണ്ട എഫ് കോമ്പോസിഷൻ ചെയ്ത് വെച്ചാൽ അതിന് വരിക എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. നമ്മ ഏത് ഫംഗ്ഷൻ ചെയ്താ ഈ എഫ് ഫംഗ്ഷൻ ചെയ്താ അതിൽ എക്സ് മാറ്റി ജി ഓഫ് എക്സ് കൊടുക്കുക. എഫ് ഫംഗ്ഷൻ ചെയ്ത് അതിൽ എക്സ് മാറ്റി എന്ത് ചെയ്യുക ജി ഓഫ് എക്സ്. സിമ്പിൾ ആണ്. അവിടെ നോക്കിക്കോ. ഏറ്റവും ആദ്യം എഫ് ഒ ജി ഏറ്റവും ആദ്യം കൊടുക്കുന്ന ആരാണ്? എഫ് ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എഫിന് എഴുതി എഫ് ഓഫ് എക്സ് എന്നാണ് x² ആണ്. ഇനിയാണ് നമുക്ക് എന്ത് വേണ്ടത്? എഫ് ഓഫ് ജി വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സ് മാറ്റിയിട്ട് ജി ഓഫ് എക്സ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5x. എക്സ് മാറ്റി കൊടുത്ത് 5x. ഇനി എന്തുണ്ട്? ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആ സ്ക്വയർ 2 പേർക്ക് 5² 25 into x² 25x² ആൻസർ കിട്ടും എഫ് ഓഫ് ജി. എഫ് കോമ്പോസിഷൻ ജി. ഇനി അടുത്ത കേട്ടാ ജി കോമ്പോസിഷൻ എഫ്, ജി ഓഫ് എഫ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഈ രൂപത്തിൽ എങ്ങനെ വരിക? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി എഴുതാ, ജി ഫംഗ്ഷൻ എഴുതാ, അതിൽ എക്സ് മാറ്റി എഫ് ഓഫ് എക്സ് കൊടുക്കുക. ഇംപ്ലൈസ് ഇവിടെ ഏറ്റവും ആദ്യം ജി ഓഫ് എക്സ് ചെയ്ത ജി ഓഫ് എക്സ് എന്നാണ് നമ്മുടെ കയ്യിലുള്ളത് 5x. നമുക്ക് വേണ്ടതാണ് ജി കോമ്പോസിഷൻ എഫ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ എക്സ് മാറ്റിയിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ എന്താണോ എക്സ് ആ എക്സ് മാറ്റിയിട്ട് എഫ് ഓഫ് എക്സ് കൊടുക്കുക. ഓക്കെ, ഉള്ളിൽ എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ജി എക്സ് മാറ്റി x², അതാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത് 5x² ആണ് എന്ത് കിട്ടുക? ജി കോമ്പോസിഷൻ എഫ് കിട്ടുക. നിങ്ങൾ പഠിച്ചിരുന്നു
ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനുള്ളിൽ വേറെ ഫംഗ്ഷൻ വരും. അപ്പൊ നമ്മളേക്ക് എഫ് കോമ്പോസിയും ചെയ്തിപ്പോ എഫ് ഫംഗ്ഷൻ എഴുതി എക്സ് സ്ക്വയർ എഴുതി ഏറ്റവും ആദ്യം, അതിനുള്ളിൽ എക്സ് മാറ്റി 5x ഹോൾ സ്ക്വയർ. ഇവിടെ ജി കോമ്പോസിനെ ഫോം ജി ഫംഗ്ഷൻ ഏറ്റവും ആദ്യം ചെയ്തു 5x, അതിൽ എക്സ് മാറ്റി എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പൊ 5x സ്ക്വയർ. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, റിലേഷൻസിൽ ടൈപ്സ് ഓഫ് റിലേഷൻ പഠിക്കുക, ഫംഗ്ഷൻസിൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കുക, ഏറ്റവും അവസാനം ഈ കോമ്പോസിഷൻ. അപ്പൊ ഇത്രയും കറക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര മിനിറ്റ് വന്ന്? ഓക്കെ, 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് കവർ ചെയ്തു. അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ ഇത്രയും സാധനം പഠിച്ചു വരണം ഓണം എക്സാമിന്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഇത്രയും ഐഡിയ ഉണ്ടായാൽ മതി മനസ്സിൽ. ഓക്കെ, അപ്പൊ ഇത്രയും സെറ്റ് ആയിട്ട് പഠിച്ചു വരണം കേട്ടോ.